ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മേൽമണ്ണ് നല്ലപോലെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് അതിൻ്റെ താഴെ നിന്നാണ് കേട്ടോ മണ്ണെടുക്കുന്നത്. അങ്ങനെ എടുത്താൽ നമ്മുടെ ക്ലേ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എടുക്കുന്നത്. കാരണം മേൽമണ്ണ് പറഞ്ഞാൽ ചിരലൊക്കെ ഉള്ളതല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ണെടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലേ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതാ നമ്മുടെ മണ്ണൊക്കെ വലിയൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അതിൽ നിറയെ വെള്ളം വേണം കേട്ടോ. നല്ലപോലെ അതിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോല് കൊണ്ടൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടയൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഇനി ഒരു കുറച്ച് സമയം വെച്ചിരുന്നാലും മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തുണിയോ കട്ടിയുള്ള ഒരു തുണി മറ്റൊരു ബക്കറ്റിലേക്ക് വിരിക്കണം കേട്ടോ. വിരിച്ച് നല്ലപോലെ ഒന്ന് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ആ തുണി അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇതിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ കരടൊക്കെ ഒന്ന് വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ആദ്യം അരിച്ചത് കേട്ടോ. ആദ്യമായിട്ട് അരിച്ചതാണിത്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ക്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഒരു തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മടക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മണ്ണ് വെള്ളം ഒന്നുകൂടി അരിച്ച് എടുക്കണം കേട്ടോ. നമ്മൾ എപ്പോൾ അരിക്കുമ്പോഴും നല്ലപോലെ ഇളക്കിയിട്ട് വേണം അരിക്കാൻ. കാരണം അതിൻ്റെ അടിയിൽ ആ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ക്ലേ ആണ് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല ക്ലേ എടുക്കുക. ഇനി ഒന്നുകൂടി അരിച്ചിട്ട് സെറ്റായി കിട്ടണം കേട്ടോ നമുക്ക്. ഇത് അരിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കണം. ഞാൻ ഒരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം മേലുള്ള വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞത് അടിയിൽ നമ്മുടെ ക്ലേ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തുണിയിലേക്ക് മാറ്റി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ശരിയാവോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും നമ്മുടെ ക്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ക്ലേ ഉണ്ടാക്കാം. ഇനി നമ്മൾ ഏത് തുണിയിലാണ് എടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കിഴി പോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൂക്കി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ ചെയ്യണത് ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കയറ്റിയിട്ട് ഇങ്ങനെ സൺഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് തൂക്കിയിട്ട് കൊടുത്തിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഞാനിതിങ്ങനെ ഒരു തുണിയിലേക്ക് പരത്തി കൊടുത്തത് കേട്ടോ. ഇതാ നമ്മുടെ തുണിയിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടിയാൽ നമ്മളെ ക്ലേ സെറ്റായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്, അതും കൂടി വറ്റി കിട്ടണം. അതിനായിട്ട് ഞാൻ രാവിലെ നേരത്തെ ഇതുപോലെ മണ്ണൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴാണ് ഈ പരിവായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രാവിലെ നേരത്തെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. രാത്രി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് രാവിലെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ഒന്നുകൂടി പരത്തി കൊടുക്കണം. കാരണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേറെ ഒരു തുണി എടുത്തിട്ട് ഒന്നും കൂടി പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പരത്തുമ്പോൾ കൈമ്മ തന്നെ പോരുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം അതിൽ ഈർപ്പൊക്കെ ആ തുണിയിൽ പറ്റിപ്പിടിച്ച് കിട്ടി കേട്ടോ. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ ക്ലേ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ ദാ നമ്മുടെ ക്ലേ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഒരു കവറിൽ ഇട്ട് നല്ലപോലെ മടക്കിയതിന് ശേഷം മറ്റൊരു കവറിലും കൂടി ഇട്ടിട്ട് സൂക്ഷിക്കണം കേട്ടോ. കാരണം എയർ കയറിയാൽ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യത്തെ തന്നെ പരീക്ഷണം വിജയിച്ചുകൊണ്ട് ഇനിയും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു 2-3 ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിക്കാം. എനിക്ക് ഈ കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ലേ. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഞാൻ പെയിൻറ്റ് കൊടുത്തതാണ്. ഇനി പെയിൻറ്റ് കൊടുക്കാത്തതുണ്ട്, അതൊക്കെ ഉടനെ പെയിൻറ്റ് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ എന്നെയും കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് പോലും അറിയില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഇല്ലാതെ ഉണ്ടാക്കിയതാട്ടോ. ഇത് നമ്മുടെ കപ്പ് ഉണ്ടാക്കി നോക്കിയതാണ്. വലിയ പെർഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഒരു പാത്രം ഉണ്ടാക്കിയതാട്ടോ. ഇതൊക്കെ ഞാൻ ഒറ്റക്കല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ മക്കളും സഹായത്തിന് ഉണ്ടായിരുന്നു. അവരും ഒപ്പം നിൽക്കുന്നത് കൊണ്ടാട്ടോ എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനിയും കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എനിക്കെപ്പോഴും ഈ ചെടികളോടും പൂക്കളോടൊക്കെ കമ്പുള്ളത് കൊണ്ട് തന്നെ അധികം പൂക്കൾ ഉണ്ടാക്കാനാട്ടോ ഇഷ്ടം. അതിൻ്റെ ഇടയിൽ കൂടി മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മുളകാണ് കേട്ടോ, കണ്ടാൽ തോന്നുന്നൊന്നുമില്ലെങ്കിലും ഇത് മോളുണ്ടാക്കിയതാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെതും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.